കർത്താവിനാൽ അനുഗ്രഹീതമായ നല്ല വിശുദ്ധ പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ വാത്സല്യ കത്തുദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന വാത്സല്യ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ ഏവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവത്തെ വീണ്ടും ആരാധിപ്പാനും സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാവകാശമായ സന്ദർഭം ദാനമായി നൽകിയ കർത്താവിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയുടെ ദിവസങ്ങളും അനുഗ്രഹിക്കപ്പെട്ട ആരാധനകളും ആത്മീക കൂട്ടായ്മകളും നൽകി ദൈവം നമ്മെ മാനിപ്പാനും അനുഗ്രഹിപ്പാനും ഇടയായി. ദൈവസന്നിധിയിൽ ചേർന്ന് വന്ന് ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ ലഭിക്കപ്പെട്ടതായ അവസരങ്ങൾ വേണ്ടതുപോലെ വിനിയോഗിപ്പാൻ കർത്താവ് ഇടവരുത്തിയ എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ധാരാളമായി ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉള്ളത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. നമ്മുടെ സൺഡേ സ്കൂളിന്റെയും വൈപിയുടെയും വാർഷികം കൂടെ ഈ സഭായോഗത്തോട് ചേർന്ന് അല്പസമയത്തിനു ശേഷം ആരംഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ നിലകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ YP മെമ്പേഴ്സൊക്കെ വളരെ ഉത്സാഹത്തോടെ ആ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുവാനായിട്ട് അത് കണ്ടും കേട്ടും അനുഭവിച്ച് സന്തോഷിപ്പാൻ നാമും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നല്ലോ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിപ്പാനായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലത്തെ സഭായോഗത്തിൽ വിവിധ ഇടങ്ങളിലായിരുന്ന നമ്മുടെ പല സഹോദരങ്ങളും പല പ്രിയപ്പെട്ടവരും ഈ ആരാധനയിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു വസ്തുതയാണ്. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലത്തെ പ്രോഗ്രാം സൺഡേ സ്കൂളിന്റെയും YPയുടെയും സംയുക്തമായിട്ടുള്ള വാർഷികവും അതിന്റെ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നത് കൊണ്ട് സഭായോഗത്തിന്റെ സമയത്തെ വളരെ പരിമിതപ്പെടുത്തേണ്ടതായ ഒരാവശ്യകത നിലവിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്നത്തെ ശുശ്രൂഷകൾക്കൊക്കെ വളരെ പരിമിതികൾ ഏർപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നത്. ദൈവമക്കളെല്ലാം അത് ഉൾക്കൊണ്ട് സഹകരിക്കുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നമുക്ക് വേഗത്തിൽ ശ്രദ്ധ കൊണ്ടുവരാം. ഒരു ചെറിയ ചിന്ത ഈ വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 104 സങ്കീർത്തനത്തിന്റെ ആരംഭത്തിലെ 15 വാക്യങ്ങളാണല്ലോ ഇന്ന് പകൽ വായിപ്പാനിടയായിത്തീർന്നത്. ആ ദൈവവചനത്തിൽ നിന്ന് ഒരു ചിന്തകൾ ഞാൻ ദൈവമക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന്റെ 9ാമത്തെ വാക്യം ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കും. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരതിരിട്ടു. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവവചനവുമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച അവസരത്തിൽ ദൈവം എന്റെ മനസ്സിൽ നൽകിയ ഒരാത്മപ്രേരണയാണ് ഈ വേദഭാഗം വായിപ്പാനിടയായിത്തീർന്ന. ദൈവത്തിന് സ്തോത്രം. അതിരിടുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ചില നിമിഷങ്ങൾ ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ ഇരുപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭൂമിയെ മൂടുവാൻ ഒരിക്കലും മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അതിന് കടന്നുകൂടാത്ത ഒരതിരിട്ടു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ വാക്യത്തിൽ നിന്ന് തന്നെ ഒരു കാര്യം വളരെ സ്പഷ്ടമാണ്. ഒരു കാലത്ത് ഈ ഭൂമിയെ മൂടുവാൻ തക്കവണ്ണം അതിര് കടന്ന് വന്ന ഈ സമുദ്രത്തിന്റെ ഈ വെള്ളത്തിൻ്റെതായ ഒരനുഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് വേദപുസ്തക ചരിത്രം നമ്മെ പഠിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ജലപ്രളയം നിമിത്തം ഭൂമിയെ മുഴുവനും നശിപ്പിച്ച് അതിന്റെ തിക്താനുഭവങ്ങളും അതിന്റെ അനുഭവങ്ങളും ഒക്കെ മനുഷ്യൻ അനുഭവിച്ച് മൂക്കിൽ ജീവശ്വാസമുള്ള സകല മാനവരാശിയും, അല്പജനം എന്ന് വെച്ചാൽ 8 പേർ ഒഴിച്ചു ബാക്കിയുള്ള സകല മനുഷ്യജാതിയും നശിച്ചുപോയ ആ ഒരു കാലയളവില് യഹോവയായ ദൈവം മനുഷ്യനെ നോക്കി, ഈ ഭൂമിയെ നോക്കി ഒരു സത്യം ചെയ്തു. അതിപ്രകാരമാണ്, ഇനി ഒരിക്കലും ജലപ്രളയം നിമിത്തം ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കുകയില്ല, മനുഷ്യനെ നശിപ്പിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു നാശമുണ്ട്. അത് ജലപ്രളയ നിമിത്തമല്ല, സകലതും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഒരുപക്ഷെ ലോകത്തിന്റെ പല രാജ്യങ്ങളിലോ പലയിടങ്ങളിലോ വെള്ളപ്പൊക്കത്തിന്റെ കെടുതികളോ സാരമായിട്ടുള്ള തിന്മകളോ ഒക്കെ വരുമ്പോൾ ഒരുപക്ഷെ മനുഷ്യ ജീവിതത്തെ മുഴുവനും അല്ലെങ്കിൽ തുടച്ചു നീക്കുമെന്ന ഒരു ഭയം നമുക്ക് തോന്നാം. ഒരുപക്ഷെ ചില രാജ്യങ്ങളെയോ ചില പ്രദേശങ്ങളെയോ ഈ ഭൂമിയിലുള്ള
ഇല്ലാതായ ചില സ്ഥലങ്ങളെ ഒക്കെ ഈ വെള്ളം വിഴുകിക്കളഞ്ഞെന്നിരിക്കുക. പണ്ടുണ്ടായിരുന്ന പല ദ്വീപുകളും ഇന്ന് കാണാൻ കഴിയുന്നില്ല. പണ്ട് ഇല്ലാതിരുന്ന പല ദ്വീപുകളും ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാ. ദൈവത്തിന് സ്തോത്രം. അതിന്റെ കണക്കുകളൊക്കെ പഠിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു 10-15 വർഷം കൂടെ ഈ നിലയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മഞ്ഞുമലകളൊക്കെ ഉരുകി അത് ചില രാജ്യങ്ങളെ, ചില പ്രദേശങ്ങളെ തന്നെ ഇല്ലാതെയാക്കുമെന്നൊക്കെ മനുഷ്യന്റേതായ ആ കണ്ടുപിടുത്തങ്ങളും പഠന വിഷയങ്ങളും ഒക്കെ നമ്മെ ഓർപ്പിക്കുമ്പോൾ ഒരു കാര്യം ദൈവമക്കൾ ഓർക്കണം. അതൊരു ഭൂമിയെ ഒരിക്കൽ പോലും അല്ലെങ്കിൽ മൂടിക്കളയാൻ, അതിനെ നശിപ്പിക്കാനായി അത് മടങ്ങി വരാൻ കഴിയാത്ത നിലകളിൽ സ്വർഗത്തിലെ ദൈവം അതിനൊരു അതിര് വെച്ചിട്ടുണ്ട്. അതോർത്ത് ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് പകൽക്കാൻ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം ഒരു അതിര് വെച്ചാൽ ആ അതിരിനെ ലംഘിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ കരുത്തുള്ളവരാണ് അതിര് വെച്ചത്. ദൈവത്തിന് സ്തോത്രം. അല്പസമയം വേറെ ഭാഗങ്ങൾ ഞാനൊന്ന് ഓർപ്പിച്ചിട്ട് ദൈവം വെച്ചിരിക്കുന്ന പ്രമാണം എന്താ നമുക്ക് വേഗത്തിൽ വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവം അതിര് വെച്ചിരിക്കുന്ന ആ വസ്തുതയെ കുറിച്ച് അവിടെ കാണാൻ കഴിയുന്നു. നമുക്ക് വായിക്കാം. ഇത്രത്തോളം നിനക്ക് വരാം, ഇവിടെ ഇത് കടക്കരുത്, ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം നിലയ്ക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. ദൈവം പറയുക ഇത്രത്തോളം നിനക്ക് എന്ന് പറഞ്ഞാൽ ഒരതിര് ഞാൻ വെച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഒരു പക്ഷേ വെള്ളത്തിന് ഒത്തിരി ശക്തിയുണ്ട്, തകർക്കാനും ഉടയ്ക്കാനും ഒക്കെ ഉള്ള ഒരുപാട് ശക്തി ഉണ്ടെങ്കിലും ഇന്ന് പകൽക്കാലം അതിനെ നോക്കി ദൈവം പറയുന്നു ഇത്രത്തോളം നിനക്ക് വരാം. ഇന്നലെ വരെ നീ അതിനെ തകർത്തെങ്കില, ഇന്നലെ വരെ നീ അതിനെ തുളച്ചു മാറ്റിയെങ്കില, ഇന്നലെ വരെ മനുഷ്യന് ഭീഷണിയായി മാറിയെങ്കില, ദൈവം പറയുന്നു ഇത്രത്തോളം നിനക്ക് വരാം. ഇത് കടക്കരുത്. ഇവിടെ എത്തുമ്പോൾ നിന്റെ ഗർവം അവസാനിക്കും. അങ്ങനെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വെള്ളം ഒരു പ്രതികൂലമെന്ന വേറെ പുസ്തകത്തിന്റെ പല ഭാഗങ്ങൾ വാക്യങ്ങൾ ചേർത്തു പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, വ്യക്തികളെ മൂടുവാൻ, കുടുംബങ്ങളെ മൂടുവാൻ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇരച്ച് കടന്നു വരുന്ന, അലയടിച്ച് ഉയർന്നു വരുന്ന ചില പ്രതികൂല ശക്തികളെ നോക്കി ഇന്ന് പകൽക്കാലം എന്റെ ദൈവം കൽപ്പിക്കുകയാണ് ഇത്രത്തോളം നിനക്ക് വരാം, ഇവിടെ വരാം, ഇതിനപ്പുറത്തെ കടക്കരുത്. കാരണം അഭിഷേകമുള്ള ചില ജനം ഇവിടെ പാർക്കുന്നത് കൊണ്ട്, ഇതിനകത്ത് പാർക്കുന്നത് കൊണ്ട്, ഇതിനകത്തേക്ക് പ്രവേശിപ്പാൻ കഴിയാത്ത നിലകളിൽ ചിലതിന്റെ മേൽ ഇന്നു പകൽ എന്റെ കർത്താവ് അതിരിടുകയാണ്. ഇന്നു പകൽ അത് വിശ്വസിക്കുന്നവർ കരകളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അതിര് കടക്കരുതെന്ന് പറഞ്ഞാൽ കടക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ ജനം പാർത്തതായ ഒരു പ്രത്യേക ദേശത്ത് സംഹാരകൻ കടക്കാരവണ്ണ് ദൈവം ഇങ്ങനെ പറഞ്ഞു, അടയാളമുള്ള ഒരു ഭവനത്തെ പോലും നീ തുടരുത്, അടയാളമുള്ള ഒന്നിനെ പോലും നീ തുടരുത്. അങ്ങനെ രക്തത്തിൻ്റെതായ അടയാളമുള്ള ഒരു ഭവനത്തെയും സംഹാരകൻ തൊട്ടില്ലെങ്കിൽ കട്ടളക്കാർ രണ്ടിനു മേലും കുറുമ്പടി മേലും അടയാളമുള്ള ഒരു ഭവനത്തോടും അടുക്കാതെ സംഹാരകൻ അകന്നു മാറിയെങ്കിൽ ഇന്നു പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭവനത്തിൽ ഒരു അതിര്, നിന്റെ തലമുറയ്ക്ക് ഒരു അതിര്, നിന്റെ നന്മയ്ക്ക് ഒരു അതിര്, നിനക്കുള്ളതിൽ ഒരു അതിര് ഇന്നു പകൽ യേശു കൽപ്പിക്കുകയാ. ഉടാരമാന ക്ഷമമാരകതല അർത്ഥുരാജകതല വൈഡപ്രബലവലവസിയ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അവൻ കൽപ്പിക്കുന്നു. അല്ലെങ്കിൽ അതിരഹൽ കടക്കരുത്, ആ ഭവനത്തെ തുടരുത്, ആ വ്യക്തിയെ തുടരുത്. ഓ രമശഖാനയ ഉടമനഗദല റിവന സംഭവ രഗദല യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയ. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ദൈവം കൽപ്പിച്ചാൽ അതിന് കടക്കത്തില്ല. ഹല്ലേലൂയ. സംഹാരകൻ എത്ര ശക്തനാണെങ്കിലും സംഹാരകനെ അയച്ചത് സ്വർഗത്തിലെ ദൈവമാ. ആ സംഹാരകനോട് ദൈവം പറഞ്ഞത്, ഈ ഏറിയയിലുള്ളത് എന്റെ ദൈവജനമാ, ഈ ഭവനങ്ങളിൽ പാർക്കുന്നത് എന്റെ ദൈവമക്കളാ. ഹല്ലേലൂയ. ആ വ്യക്തികൾ ഓരോന്നും ഹല്ലേലൂയ എന്റെ രക്തത്തിന്റെ വിലകളാണ്. അല്ലെ എന്റെ മുദ്ര അവരുടെ ജീവിതത്തിലുണ്ട്, എന്റെ ആത്മാവരുടെ ജീവിതത്തിലുണ്ട്, എന്റെ അഭിഷേകം അവരുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് അഭിഷേകമുള്ള ഒന്നിനെയോ അടയാളമുള്ള ഒന്നിനെയോ നീ തുടരുത്.
ഇന്ന് പകൽക്കാലം സ്വർഗം തമ്പുരാൻ അതിരിട്ടതോർത്ത് ദൈവത്തെ സ്തുതിക്കല. അല്ല, നിന്റെ ഭവനത്തില് ദൈവം അതിരിട്ടത് നിന്റെ മിടുക്കല്ലെന്നേ. ഹല്ലേലൂയ. നിന്റെ പ്രാപ്തിയല്ല, ചിലത് ഒഴിഞ്ഞുപോയത്, ചിലത് മാറിപ്പോയത് നിന്റെ മിടുക്കല്ല. ദൈവം പൈതലേ, തമ്പുരാൻ അതിരിട്ടതാ. ഒരു വാക്യം കൂടെ വായിച്ച യിരെമ്യാ പ്രവചനം 5-ാം അധ്യായം 22-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. യിരെമ്യാ 5:22 അവസാന ഭാഗം. ഞാൻ കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണല് അതിരാക്കി വച്ചിരിക്കുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ആ ഏരിയയിലെ മണ്ണ് വലിയ വെള്ളം വന്നപ്പോ അത് ഒലിച്ചുപോയി. പക്ഷെ തമ്പുരാൻ പറയുന്നു, അല്ല, നിത്യപ്രമാണമായി ഞാൻ മണലിനെ അതിരാക്കി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരുപക്ഷെ നിന്റെയും എന്റെ കൺമുമ്പില് ഒലിച്ചു പോകുന്ന ചിലത്, നിസ്സാരമെന്ന് തോന്നുന്ന ചിലതിനെ കൊണ്ട് നിനക്കതിരുവപ്പിക്കുവാൻ, ആ അതിര് ഭേദിച്ചുകൂടാതെ വന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിപാലനം നൽകാൻ എന്റെ കർത്താവ് വിശ്വസ്തനാണ്. ആ വചനത്തിൽ ആശ്രയിച്ച് ദൈവമക്കൾ ജയമെടുത്തു പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് തന്ന ജോലി, എനിക്ക് തന്ന കുടുംബജീവിതം, എനിക്ക് തന്ന ഭവനം, എനിക്ക് തന്ന വാഹനം, എനിക്ക് തന്ന നന്മ, എനിക്ക് നൽകിയ തലമുറ എല്ലാം യേശുവിന്റെ അടയാളമുള്ളത് കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ മേൽ ഒരു ശത്രുവും അടുക്കയില്ല, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ലെന്ന് യേശുവിന്റെ വാക്തത്വമാ. അത് അതുപോലെ സംഭവിപ്പാനിടയായിത്തീരുന്ന ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കടലിന് കവിഞ്ഞുകൂടാൻ കഴിയാതെ വണ്ണം മണൽ നിത്യപ്രമാണമായി ദൈവം അതിരുവച്ചിരിക്കുകയാ. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ചേ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം. സദൃശവാക്യം 8:29. ആ വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം സമുദ്രത്തിന് അതിരുവെച്ചു. അവന്റെ കൽപ്പനയെ വെള്ളം ലംഘിക്കാൻ പറ്റത്തില്ല. അവൻ സമുദ്രത്തിന് അതിരുവെച്ചവനാ. ഭൂമിയും അതിന്റെ പൂർണ്ണതയും കർത്താവിനുള്ളതാണെങ്കിൽ, സകലതും അവൻ മുഖാന്തരം ഉളവായതാണെങ്കിൽ, സകലത്തെയും അവനാ സൃഷ്ടിച്ചതെങ്കിൽ, അവന്റെ വാക്കുകളെ, അവന്റെ കൽപ്പനകളെ അതിക്രമിച്ചുകൂടാതെ വണ്ണം ഇന്ന് പകൽക്കാലം ഒരു അതിര് നിർണയിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് പകൽ വിശ്വസിച്ചോണം. ഹല്ലേലൂയ. കർത്താവ് ഒരു അതിര് നിർണയിക്കുകയാ. ഇതുവരെ ദൈവമേ, ഒരുപക്ഷെ ചില പ്രയാസങ്ങള്, ചില പ്രതികൂലങ്ങള് നിന്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചു ഉയർന്നു വരുമ്പോ, കർത്താവേ എന്തുകൊണ്ട് ഇങ്ങനെയെന്നോർത്ത് ഭാരപ്പെടുന്ന ഏതെങ്കിലും ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഈ പകൽക്കാലം ഈ വചനത്തിൽ ആശ്രയിച്ച് ഉറച്ചാമേൻ പറയണ, കർത്താവേ അവിടുന്ന് എന്റേതായ ഭവനത്തിന്, എന്റെ ചുറ്റുപാടുകൾക്ക് അവിടുന്ന് ഒരു അതിര് വെക്കണമേ. ദൈവം തമ്പുരാൻ അതിരുവച്ചാൽ അതിനെ ഭേദിക്കുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. ഹല്ലേലൂയ. ഒരു മനുഷ്യനും കഴിയുകയില്ല. ലാബാനും യാക്കോബും തമ്മിൽ ഒരു അതിരുവച്ചാൽ നമുക്കറിയാം. വേറെ പുസ്തക ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അല്ലെ, യാക്കോബും ലാബാനും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്തിട്ട് അവരിങ്ങനെ പറഞ്ഞു. ലാബാൻ പറഞ്ഞു, ഈ ഉടമ്പടി ലംഘിച്ച്, ഈ കൽക്കൂമ്പാരം ലംഘിച്ച്, ഈ കാവൽമാടമെന്നും പല പേരോടുകൂടിയ ഈ സ്ഥലം ലംഘിച്ച് നിനക്ക് ദോഷം ചെയ്യാൻ ഞാൻ അങ്ങോട്ട് വരത്തില്ല. അല്ലെ, ഇത് ലംഘിച്ച് എനിക്ക് ദോഷം ചെയ്യാൻ നീ ഇങ്ങോട്ടും വരരുത്. ഇത് നമുക്ക് രണ്ടുപേർക്കും മധ്യേ ഒരതിരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നീ പാർക്കുന്ന ദേശത്ത്, നീ ആയിരിക്കുന്ന ഇടങ്ങളില്, നീ ജോലി ചെയ്യുന്ന ഇടങ്ങളില്, അല്ലെ, ദൈവം നിനക്ക് ചില അതിരുവെക്കുകയാ. ദൈവത്തിന് സ്തോത്രം. അല്ലെ, കർത്താവ് നിനക്ക് ചില അതിരുവെക്കുകയാ. ഒരു പക്ഷേ അല്ലെ നിനക്ക് ദോഷം ചെയ്യാൻ നിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ആക്രമണ സ്വഭാവമുള്ള ചിലതിനെ കണ്ടുകൊണ്ട് ദൈവം പറയുക, ഞാൻ അതിന് അതിരുവെക്കാൻ പോകുകയാ. യാക്കോബ് അറിഞ്ഞില്ല, പക്ഷേ യാക്കോബിന്റെ ദൈവം അതറിഞ്ഞു. ഇന്ന് പകൽ എന്നെ കേൾക്കും ദൈവ പൈതലേ, ഹല്ലേലൂയ, പല കടന്നാക്രമണങ്ങളും പല ആലോചനകളും നീ അറിയുന്നില്ലെങ്കിലും അല്ലെ നിന്റെ ദൈവം അറിയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, ഹല്ലേലൂയ, നീ അറിയാതെ പലതിനോടും തുടരുതെന്ന്, ഹല്ലേലൂയ, പലതിനോടും അടങ്ങുക എന്ന്, അനങ്ങാതിരിക്കുക എന്ന് ദൈവം കൽപ്പിക്കുന്നത് ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേലുള്ളത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാ. ഹല്ലേലൂയ. ഭൂമിയെ ഒരിക്കലും മൂടുവാൻ മടങ്ങി വരാതെ വണ്ണം അവൻ അതിന് കടന്നുകൂടാത്തൊരതിര് വെച്ചു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരതിര് കർത്താവ് കൽപ്പിക്കുകയാ. നിനക്ക് ചുറ്റും, ഹല്ലേലൂയ, നിന്റെ ഭവനത്തിന് ചുറ്റും, നിന്റെ നന്മകൾക്ക് ചുറ്റും അവൻ ഒരതിര് വെക്കുകയാ. അതിനകത്തു നിന്നോണം. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം.
ശലോമോന്റെ കാലത്ത് ദാവീദ് തന്റെ ജീവിതകാലത്ത് തനിക്ക് പ്രയാസം തോന്നിയ ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ശലോമോനെ ഏൽപ്പിച്ച കാര്യം നമുക്കറിയാം. ശലോമോനോട് ഇങ്ങനെ പറഞ്ഞു, നീ ഇന്ന കാര്യങ്ങൾ നീ നോക്കിക്കോണം, ഇന്നാരുടെ കാര്യമൊക്കെ എന്ത് ചെയ്യണം, നോക്കിക്കോണം. നിനക്ക് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്, ബുദ്ധി തന്നിട്ടുണ്ട്. എന്നിട്ട് അവന് ഹല്ലേലൂയ ശിമയി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, നീ എന്റെ അപ്പനെ മണ്ണ് വാരിയിട്ട് ശപിച്ച ഒരു വ്യക്തിയാ, നീ പോ എന്ന് പറഞ്ഞ് നീ എന്റെ അപ്പനെ ശപിച്ചത്. അന്ന് അവനോട് ഒരുമിച്ചുള്ള സേവകരായിരിക്കുന്ന ആളുകളും അഭിഷായി ഒക്കെ പറഞ്ഞു അവനെ വെട്ടിക്കളയാമെന്ന് പറഞ്ഞപ്പോ ദാവീദ് പറഞ്ഞു, ദൈവം അവനെ ആക്കി വെച്ചിരിക്കുക, അവൻ ഇരുന്നോട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗത്ത് ദൈവമക്കളോട് ഞാനൊരു ചിന്ത പറയാം. അല്ലെ, ചിലരെ നിന്നെ ശപിക്കുമ്പോൾ ഓർത്തുകൊള്ളേണം, ഭാരപ്പെടരുത്. നിന്നെ ശപിക്കാൻ ദൈവം ചിലരെ അനുവദിച്ചതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ നിന്ദിക്കാൻ ചിലരെ ദൈവം ആക്കി വെച്ചിരിക്കുകയാ. ഒരു പക്ഷേ നിന്റെ കുടുംബത്തിലോ നീ ആയിരിക്കുന്ന മണ്ഡലത്തിലോ ചിലരെ ദൈവം തമ്പുരാൻ ആക്കിയത്, അത് ഓർത്ത് നീ ഭാരപ്പെടേണ്ട. എത്രത്തോളം ഇങ്ങനെ ഇരിക്കുമെന്ന് ഓർത്ത് നീ വേദനിക്കേണ്ട. അതിനെ ദൈവം തമ്പുരാൻ ആക്കിയെങ്കിൽ ദൈവം തമ്പുരാൻ അത് കൈകാര്യം ചെയ്തോളും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശലോമോനോട് ഇങ്ങനെ പറഞ്ഞു, നീ അതൊക്കെ നന്നായി നടത്തിക്കോണം, നോക്കിക്കോണം. അല്ലെ, ഈ ശലോമോന് ഈ ശിമയെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ കാര്യമൊക്കെ നിനക്കറിയാമല്ലോ, നീ ചെയ്ത ദ്രോഹമൊക്കെ നിനക്കറിയാം. അതുകൊണ്ട് എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, നീ അവിടെ ഒരു വീടൊക്കെ കെട്ടി അവിടെ എന്ത് ചെയ്തോണം, പാർത്തുകൊള്ളണം. പക്ഷെ കിദ്രോൻ തോട് എന്ത് ചെയ്യരുത്, കടക്കരുത്. അത് ക്രോസ് ചെയ്താൽ അത് കടക്കുന്ന നാളിൽ നീ എന്ത് ചെയ്യും? ചില കാലങ്ങൾ കഴിഞ്ഞപ്പോ അവൻ ആ കിദ്രോൻ തോട് എന്ത് ചെയ്തു, ഭേദിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അല്ലെ, ചില നഷ്ടങ്ങളുടെ പുറകെ, ഹല്ലേലൂയ, ചില നിസാര വസ്തുതകളുടെ പുറകെ അവൻ പോയി എന്ന കാരണത്താൽ ഇവൻ കിദ്രോൻ തോട് കടന്നു എന്ന് ഈ ശലോമോൻ അറിഞ്ഞപ്പോൾ അവനെ വിളിച്ചു ചോദിച്ചു, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, മരണയോഗ്യനായ നീ കിദ്രോൻ തോട് കടക്കരുത് ഞാൻ പറഞ്ഞു. ഇത് കടക്കാതിരിക്കുന്നിടത്തോളം കാലം നിനക്ക് സുരക്ഷിതത്വമായി പാർക്കാം. എന്നാൽ നീ കടന്നാൽ നീ മരണം അനുഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞത് നിനക്കറിയാം. നീ അത് കേട്ടു പറഞ്ഞു, അത് നല്ല വാക്കാണ്. അതുകൊണ്ട് നീ ഇത് ചെയ്തിരിക്കുന്നത് കൊണ്ട് നീ മരണയോഗ്യനാണ്, നിശ്ചയമായും നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് അവനെ കൊന്നുകളയാനിടയായി. പ്രിയപ്പെട്ടവരെ, ചില അതിര് ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. നിന്റെ ആത്മീയ ജീവിതത്തില് ചില അതിര് ദൈവം വെച്ചിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതത്തില് ചില അതിര് വെച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യരും പെരുമാറുന്നത് പോലെ, എല്ലാവരും പ്രവർത്തിക്കുന്നത് പോലെ, എല്ലാവരും പറയുന്നത് പോലെ, എല്ലാവരും കാണിക്കുന്നത് പോലെ കാണിക്കാൻ നിനക്കും എനിക്കും വ്യവസ്ഥയില്ലെന്നൊരു കാര്യം മറന്നുപോകരുത്. ആ വ്യവസ്ഥ തെറ്റിക്കുന്ന കാലയളവില് ദൈവകോപം നമ്മുടെ മേൽ ചൊരിയപ്പെടാനിടയായിത്തീരും. അതുകൊണ്ട് ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ ലംഘിക്കാതെ ആ കൃപയുടേതായ മറവിൽ നിൽക്കുമെങ്കിൽ, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യമുള്ള ആ ദേശത്ത് വസിക്കുമെങ്കിൽ നിശ്ചയമായും ഒരനർത്ഥവും ഭവിക്കാതെ സ്വർഗം നമ്മെ പരിപാലിക്കും. അതിനുവേണ്ടി സർവശക്തൻ നമ്മെ സഹായിക്കേണ്ടതിന് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം. അങ്ങയുടെ തൃപ്പാരപീഠത്തിൽ ഞങ്ങൾക്കായിരിക്കാൻ അവിടുന്ന് കൃപ ചെയ്തു. കൂടി വന്ന സമയം മുതൽ ആരാധന ദൈവം അനുഗ്രഹിച്ചു. പാട്ട്, പ്രാർത്ഥനയൊക്കെ അവിടുന്ന് ഹല്ലേലൂയ സഹായിച്ചത് കൊണ്ട് സ്തോത്രം. അല്പമായ ദൈവദിനത്തിൽ കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഭൂമിയെ മൂടിയ വെള്ളം അത് ഇനിയും അതിനെ ആക്രമിക്കാതെ വേണം, അതിലെ മൂടാതെ വേണം. അതിന് മണലുകൊണ്ട് നിത്യ നിയമമായി പ്രമാണമായി അതിരുവച്ചവനെ ഇന്ന് പകൽക്കാലവും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ സഭയ്ക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവിടുന്ന് വച്ചിരിക്കുന്ന അതിരിനെ ഓർത്ത് സ്തോത്രം. ആ അതിരിനുള്ളിൽ വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ വ്യവസ്ഥയുടെ അതിര് തെറ്റിക്കാതെ, ആത്മീയ അനുഭവങ്ങളുടെ അതിര് തെറ്റിക്കാതെ അതിനുള്ളിൽ പാർക്കുവാനൊക്കെ വേണം. ആ അഭിഷേകത്തിൻ്റെതായ നിറവില്, ആ രക്തത്തിന്റെ മറവില് പാർക്കുവാൻ ഞങ്ങളെ സഹായിക്കും. തലവണക്കിയ ഞങ്ങളെല്ലാം ഒരുമിച്ച് അനുഗ്രഹിക്കും. നന്മയ്ക്കായി സകലവും ചെയ്യും. പ്രാർത്ഥന കേട്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. കരവും ശബ്ദമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.